നിങ്ങളോടിത് ഇപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നി. ആരും വിശ്വസിക്കില്ല എന്നറിയാം. എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ എനിക്ക് ഭ്രാന്തല്ല. ഇവിടെ ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. എൻ്റെ കൺമുന്നിൽ ഞാൻ പ്രേതത്തെയൊന്നും കണ്ടിട്ടില്ല. പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളോ പാതിരാത്രിയിലെ നിലവിളികളോ ഒന്നും ഇവിടെയില്ല. അതിനേക്കാളൊക്കെ ഭയാനകമായ മറ്റെന്തോ ആണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഈ കഥ പറഞ്ഞു തുടങ്ങാം. വളരെ സാവധാനം. കാരണം എനിക്ക് ധൃതിയില്ല. ഇനിയൊരിക്കലും എനിക്ക് ധൃതി ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. ഞാൻ ഈ സ്ഥലം വാങ്ങുന്നത് 6 മാസം മുമ്പാണ്. നാടുവിട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല. തിരക്കുകളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണമെന്ന് തോന്നി. അതാണ് സത്യം. വയനാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു ചെറിയ സ്ഥലം. മെയിൻ റോഡിൽ നിന്ന് കുറേ ഉള്ളിലോട്ട് മാറണം ഇവിടെ എത്താൻ. ചുറ്റും കാപ്പിത്തോട്ടമാണ്. തൊട്ടടുത്തെങ്ങും വീടുകളില്ല. ആദ്യത്തെ കുറച്ച് മാസം വലിയ കുഴപ്പമില്ലാതെ പോയി. പഴയ വീടാണ്. ഓടുമേഞ്ഞ തണുപ്പുള്ള മുറികൾ. തറയിൽ ചാണകം മെഴുകിയതിൻ്റെ മണം ഇപ്പോഴും മാറിയിട്ടില്ല. പകൽ മുഴുവൻ പറമ്പിലെ പണികളായിരിക്കും. വൈകുന്നേരം വന്നു കിടന്നാൽ നല്ല ഉറക്കം കിട്ടുമായിരുന്നു. എല്ലാം മാറിയത് ആ ദിവസമാണ്. അന്ന് വൈകുന്നേരം ഞാൻ പറമ്പിലെ വേലി കെട്ടുകയായിരുന്നു. കാട്ടുപന്നി ശല്യമുള്ളതുകൊണ്ട് വേലി ബലപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. കയ്യിൽ നല്ല കട്ടിയുള്ള വള്ളിയുണ്ട്. ഞാൻ തൂണിനോട് ചേർന്ന് നിന്ന് വള്ളി മുറുക്കുകയായിരുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. എൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. പെട്ടെന്നാണ് ഞാൻ എൻ്റെ കൈകളിലേക്ക് നോക്കിയത്. എൻ്റെ 2 കൈകളും അതിവേഗത്തിൽ ചലിക്കുന്നു. വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കെട്ടുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് കെട്ടുകളിടാൻ അറിയില്ല. ഷൂലേസ് കെട്ടുന്നത് പോലും പണിപ്പെട്ടാണ്. അങ്ങനെയുള്ള ഞാൻ നോക്കി നിൽക്കെ വള്ളി കൊണ്ട് അതീവ സങ്കീർണമായ ഒരു കെട്ടിട്ടിരിക്കുന്നു. ആ കെട്ട് അത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. വള്ളിയുടെ ഒരറ്റം മറ്റേ അറ്റത്തിലൂടെ നുഴഞ്ഞ് വലിഞ്ഞു മുറുകി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് ആദ്യം തോന്നിയത്. ഇതെങ്ങനെ ഞാൻ ചെയ്തു? ഞാൻ എൻ്റെ കൈകളിലേക്ക് തന്നെ നോക്കി നിന്നു. ആ നിമിഷം, ആ ഒരൊറ്റ നിമിഷം എൻ്റെ കൈകൾ എൻ്റേതല്ല എന്ന പോലെ എനിക്ക് തോന്നി. വിരലുകൾക്ക് ഒരു അപരിചിതത്വം. ഞാനത് കാര്യമാക്കിയില്ല. നമ്മളെപ്പോഴെങ്കിലും കണ്ട കാര്യങ്ങൾ മനസ്സറിയാതെ സൂക്ഷിച്ചു വയ്ക്കുമല്ലോ. യൂട്യൂബിലോ സിനിമയിലോ കണ്ടതാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത സംഭവം നടന്നു. എനിക്ക് പാവയ്ക്ക ഇഷ്ടമല്ല. അതിൻ്റെ കയ്പ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കുട്ടിക്കാലം മുതൽ ഞാൻ പാവയ്ക്ക കണ്ടാൽ കഴിക്കില്ല. അന്നുച്ചയ്ക്ക് ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണ്. ചോറ് വെച്ചു. കറികൾ ഉണ്ടാക്കാൻ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്നു. എപ്പോഴാണ് ഞാൻ പാവയ്ക്ക എടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ബോധം തെളിഞ്ഞ പോലെ നോക്കുമ്പോൾ ചട്ടിയിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറായിരിക്കുന്നു. നല്ല മണം വരുന്നുണ്ട്. ഞാൻ അത്ഭുതത്തോടെ അതിലേക്ക് നോക്കി നിന്നു. ഞാൻ എന്തിനാണ് എനിക്കിഷ്ടമില്ലാത്ത ഒരു സാധനമുണ്ടാക്കിയത്? ശീലമെന്ന പോലെ ഞാൻ ചോറ് വിളമ്പി. പാവയ്ക്കാക്കറി അതിലേക്കൊഴിച്ചു. എൻ്റെ കൈ ചോറ് കുഴച്ച് വായിലേക്ക് വെച്ചു. എനിക്ക് ഓക്കാനം വരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇല്ല, ഞാനത് ആസ്വദിച്ച് കഴിച്ചു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഭയം. എൻ്റെ നാവ്, എൻ്റെ രുചികൾ, അത് മാറിയിരിക്കുന്നു. ആ കയ്പ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. വർഷങ്ങളായി ഞാനത് കഴിക്കുന്നുണ്ടെന്ന പോലെ വളരെ സ്വാഭാവികമായി ഞാനത് കഴിച്ചു തീർത്തു. പാത്രം കഴുകി വയ്ക്കുമ്പോൾ ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. എൻ്റെ മുഖം, എനിക്ക് പരിചയമുള്ള എൻ്റെ മുഖം. പക്ഷേ കണ്ണുകളിലെന്തോ മാറ്റമില്ലേ? ആലോചിച്ച് നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ, നിസ്സാരമെന്ന് തോന്നാവുന്ന കാര്യങ്ങൾ. പക്ഷേ അത് ആവർത്തിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. 6 മണിയാകുമ്പോൾ പുറത്ത് ഇരുട്ട് വീണു തുടങ്ങും. കോടമഞ്ഞിറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് എനിക്ക് വീട്ടിലിരിക്കാൻ തോന്നില്ല. ഞാൻ അറിയാതെ തന്നെ വരാന്തയിലേക്ക് നടക്കും. അവിടെ മൂലയിൽ കിടക്കുന്ന ആ പഴയ ചാരുകസേര വീട് വാങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് കളയാൻ തോന്നിയില്ല. 6 മണിക്ക് കൃത്യം ഞാൻ ആ കസാരയിൽ പോയിരിക്കും. എന്നിട്ട് മുറ്റത്തെ മാവിൻ ചുവട്ടിലേക്ക് നോക്കിയിരിക്കും. ഞാൻ എന്തിനാണ് അവിടേക്ക് നോക്കുന്നത്? എനിക്കറിയില്ല. പക്ഷേ ആ ഇരുട്ടിൽ ആ മാവിൻ്റെ ഇലകൾ കാറ്റത്തനങ്ങുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ദേഷ്യം വരും.
അകാരണമായ ദേഷ്യം. ആരോടാണ് ദേഷ്യം? എന്തിനാണ് ദേഷ്യം? എൻ്റെ കൈകൾ കസേരയുടെ കൈപ്പിടിയിൽ അമരും, വിരലുകൾ മുറുകും, പല്ലുകൾ ഞെരിക്കും. ആരോടെന്നില്ലാത്ത പക. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് മാറും. പിന്നെ ഞാൻ സാധാരണ പോലെയാകും. എഴുന്നേറ്റ് അകത്തേക്ക് പോകും. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ മാനസിക പ്രശ്നമാണെന്ന്. ഏകാന്തത മനുഷ്യനെ കൊണ്ട് പലതും ചെയ്യിക്കും. പക്ഷേ കാര്യങ്ങൾ എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വഴുതി പോകാൻ തുടങ്ങുകയായിരുന്നു. ഒരു ദിവസം ഞാൻ സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ പോയി. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ലിസ്റ്റ് നോക്കുമ്പോൾ ഞാൻ അറിയാതെ ഒരു പാക്കറ്റ് സിഗരറ്റ് കൂടി വാങ്ങിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പുകവലിച്ചിട്ടില്ല. പുകയുടെ ഗന്ധം പോലും എനിക്കിഷ്ടമല്ല. പക്ഷേ എൻ്റെ പോക്കറ്റിൽ ആ പാക്കറ്റ് ഇരിപ്പുണ്ട്. അത് ഞാൻ എപ്പോൾ ചോദിച്ചു? കടക്കാരൻ അതെപ്പോൾ എടുത്തു തന്നു? എനിക്ക് ഓർമ്മയില്ല. തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയിൽ ഞാൻ ജീപ്പ് ഓടിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ വലതുകൈ പോക്കറ്റിലേക്ക് പോയി. സിഗരറ്റ് എടുത്തു, ചുണ്ടിൽ വെച്ചു. ലൈറ്റർ വണ്ടിയിൽ എവിടെയോ ഉണ്ട്. ഡാഷ്ബോർഡിൽ തപ്പിയപ്പോൾ പഴയൊരു ലൈറ്റർ കിട്ടി. ഞാനത് കത്തിച്ചു. ആ പുക ഉള്ളിലേക്കെടുത്തപ്പോൾ എൻ്റെ ശരീരം മുഴുവനൊന്ന് തരിച്ചു. ചുമച്ചില്ല, ശ്വാസം മുട്ടിയില്ല. പകരം വല്ലാത്തൊരു ആശ്വാസം തോന്നി. വർഷങ്ങളായി കാത്തിരുന്ന ഒരു ലഹരി കിട്ടിയതുപോലെ. ഞാൻ കണ്ണാടിയിലൂടെ എൻ്റെ മുഖം നോക്കി. ഞാൻ ചിരിക്കുകയായിരുന്നു. പക്ഷേ അതെൻ്റെ ചിരിയായിരുന്നില്ല. ചുണ്ടിൻ്റെ ഒരു വശം മാത്രം കോടിയുള്ള വല്ലാത്തൊരു ചിരി. ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ സിഗരറ്റ് വലിച്ചെറിഞ്ഞു. എനിക്കെന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഉറക്കെ ചോദിച്ചു. എൻ്റെ ശബ്ദം ആ അടഞ്ഞ ജീപ്പിനുള്ളിൽ മുഴങ്ങിക്കേട്ടു. പക്ഷേ ആ ചോദ്യത്തിന് ആരും ഉത്തരം തന്നില്ല. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. കിടപ്പുമുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഞാൻ കിടന്നു. പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു. എൻ്റെ കട്ടിലിൻ്റെ തൊട്ടു താഴെ തറയിൽ ഒരു ശബ്ദം. എന്തോ ഇഴയുന്ന ശബ്ദം. അല്ല, ഇഴയുകയല്ല, ആരോ നടക്കുകയാണ്. പക്ഷേ ശബ്ദം കേൾക്കുന്നത് തറയിലല്ല, എൻ്റെ തലയ്ക്കുള്ളിലാണ്. വളരെ മെല്ലെ ആരോ നടക്കുന്ന ശബ്ദം. ഓരോ ചുവടും കൃത്യമായ താളത്തിൽ. അതിൽ ഒരു കാലിന് ഭാരം കൂടുതലാണ്, ഒരൽപ്പം വലിച്ചു വയ്ക്കുന്ന പോലെ. ഞാൻ എഴുന്നേറ്റ് ലൈറ്റിട്ടു. ആരുമില്ല. മുറിയിൽ ഞാൻ മാത്രമേയുള്ളൂ. പക്ഷേ ആ തടസ്സം നിൽക്കുന്നില്ല. അത് പുറത്തല്ല, എൻ്റെ ഉള്ളിലാണ്. എൻ്റെ രക്തത്തിലൂടെ ആരോ നടക്കുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അയലത്തെ കടയിൽ പോയി. അവിടെയുണ്ടായിരുന്ന ചേട്ടനോട് വെറുതെ സംസാരിച്ചു. ഇന്നലെ വൈകുന്നേരം താൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ആ ചേട്ടൻ പറഞ്ഞു. എന്താ? ഞാൻ ചോദിച്ചു. അല്ല, ആ നടത്തം കണ്ടപ്പോൾ നമ്മുടെ വർക്കിച്ചേട്ടൻ പോയതുപോലെ തന്നെ തോന്നി. ആ പഴയ വീട്ടുടമസ്ഥൻ. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. വർക്കിച്ചേട്ടനോ? അയാൾക്കെന്താ പ്രത്യേകത? അയാൾക്ക് കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുണ്ടായിരുന്നു. ഇടത്തെ കാലൽപ്പം വലിച്ചു വെച്ചാണ് നടന്നിരുന്നത്. ഇന്നലെ താനും അങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ വെറുതെ തോന്നിയതാകും. അയാൾ ചിരിച്ചു. പക്ഷേ എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ എൻ്റെ ഇടത്തെ കാലിന് ഒരു മരവിപ്പാണ്. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഇടത്തെ കാലൽപ്പം ബലം കൊടുക്കാതെയാണ് നടക്കുന്നത്. ഞാൻ നേരെ നിൽക്കാൻ ശ്രമിച്ചു, നടക്കാൻ ശ്രമിച്ചു. പക്ഷേ ശരീരം വഴങ്ങുന്നില്ല. പഴയൊരു ശീലം പോലെ എൻ്റെ ശരീരം ആ നടപ്പിലേക്ക് മാറുകയാണ്. വീട്ടിലെത്തി ഞാൻ സോഫയിലിരുന്നു. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. എനിക്ക് ഇവിടുന്ന് പോകണം. ഞാൻ ബാഗ് എടുക്കാൻ റൂമിലേക്ക് പോയി. ബാഗിൽ തുണികൾ വാരി നിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ കൈകൾ നിന്നു. ഞാൻ ബാഗ് സിബ് ചെയ്യാൻ നോക്കി. കൈകൾ അനങ്ങുന്നില്ല. ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് ശ്രമിച്ചു. അനങ്ങ്, അനങ്ങ് എന്ന് മനസ്സുകൊണ്ട് അലറി വിളിച്ചു. പക്ഷേ എൻ്റെ കൈകൾ കരിങ്കല്ല് പോലെ ഭാരമുള്ളതായി മാറി. പതുക്കെ ആ കൈകൾ ബാഗിൽ നിന്ന് വസ്ത്രങ്ങൾ ഓരോന്നായി പുറത്തെടുക്കാൻ തുടങ്ങി. വളരെ സാവധാനം, ഒട്ടും ധൃതിയില്ലാതെ. എടുത്ത തുണികൾ അത് ഭംഗിയായി മടക്കി. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ സ്വന്തം ശരീരത്തിനുള്ളിൽ ഞാനൊരു തടവുകാരനായി മാറിയിരിക്കുന്നു. എൻ്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. പക്ഷേ
എൻ്റെ മുഖത്ത് ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. തുണികളെല്ലാം മടക്കി വെച്ച് എൻ്റെ ശരീരം എഴുന്നേറ്റു. അത് നേരെ അടുക്കളയിലേക്ക് നടന്നു. വിശപ്പ്, വല്ലാത്ത വിശപ്പ്. കപ്പ പുഴുങ്ങിയത് കഴിക്കണമെന്ന് തോന്നി. എനിക്ക് കപ്പ ഇഷ്ടമല്ല. പക്ഷേ വർക്കിച്ചേട്ടന് കപ്പ ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് ആരും പറഞ്ഞു തരേണ്ടി വന്നില്ല. എനിക്കതറിയാം. അല്ല, എനിക്കതറിയില്ല, അയാൾക്കതറിയാം. അടുക്കളയിൽ നിന്ന് കത്തിയെടുക്കുമ്പോൾ അത് വെട്ടിത്തിളങ്ങുന്നത് ഞാൻ കണ്ടു. കയ്യിൽ കത്തി പിടിക്കുന്ന രീതി അതും മാറിയിരിക്കുന്നു. സാധാരണ ഞാൻ കത്തിയുടെ പിടിയിലാണ് പിടിക്കുക. ഇപ്പോൾ ചൂണ്ടുവിരൽ കത്തിയുടെ വായ്ത്തലയ്ക്ക് മുകളിൽ വെച്ചാണ് പിടിച്ചിരിക്കുന്നത്. അതൊരു കർഷകന്റെ പിടുത്തമാണ്. അന്ന് രാത്രി മഴ പെയ്തു തുടങ്ങി. കനത്ത മഴ. ഓടിനു മുകളിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം വല്ലാത്തൊരു ഇരമ്പലായി മാറി. ഞാൻ ഹാളിലിരിക്കുകയായിരുന്നു. കറണ്ട് പോയി. മെഴുകുതിരി വെളിച്ചത്തിൽ നിഴലുകൾക്ക് ജീവൻ വെച്ചു. ഞാൻ അവിടെ ഇരുന്ന് പഴയൊരു ഡയറി മറിച്ചു നോക്കുകയായിരുന്നു. വീട് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ്. വർക്കിച്ചേട്ടൻ്റെ ഡയറി. അതിൽ കൃഷിക്കണക്കുകളാണ്. തേങ്ങ വിറ്റത്, കുരുമുളക് പറിച്ചത്, പണിക്കാർക്ക് കൂലി കൊടുത്തത്. അക്ഷരങ്ങൾ വലുതാണ്. വിറയുള്ള വടിവൊത്ത കൈയക്ഷരങ്ങൾ. ഞാൻ അടുത്ത പേജ് മറിച്ചു. അവിടെ ഒരു പേജ് കീറിയിട്ടുണ്ട്. എന്തോ എഴുതിയിട്ട് അതിഷ്ടപ്പെടാത്ത പോലെ വലിച്ചു കീറിയതാണ്. ഞാൻ പേനയെടുത്തു. വെറുതെ ആ പേപ്പറിലൊന്ന് വരച്ചു. എൻ്റെ കൈകൾ വീണ്ടും ചലിക്കാൻ തുടങ്ങി. ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചത് എനിക്ക് പേടിയാകുന്നു എന്നാണ്. പക്ഷേ ആ പേപ്പറിൽ തെളിഞ്ഞത് ആ വാക്കുകളല്ല. വലിയ വിറയിലുള്ള അക്ഷരത്തിൽ ഞാൻ എഴുതി, ഇന്ന് മഴ കുറവാണ്, നാളെ വളമിടണം. ഞാൻ പേന താഴെയിട്ടു. ആ കൈയക്ഷരം, അത് ഡയറിയിലെ അതേ കൈയക്ഷരമാണ്. ഞാൻ എഴുതിയത് വർക്കിച്ചേട്ടൻ്റെ കണക്കാണ്. ഞാൻ കരയാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. എൻ്റെ തൊണ്ടയിൽ എന്തോ തടഞ്ഞു നിൽക്കുന്നത് പോലെ. പെട്ടെന്ന് എൻ്റെ നോട്ടം ജനലിലൂടെ പുറത്തേക്ക് പോയി. സമയം ഇപ്പോൾ 10 കാണും. പക്ഷേ എനിക്ക് പുറത്തു പോകാൻ തോന്നി. ആ മഴയത്ത് കുടയില്ലാതെ പുറത്തിറങ്ങാൻ ശരീരം വെമ്പൽ കൊണ്ടു. ഞാൻ വാതിൽ തുറന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് വീശി. നനഞ്ഞ മണ്ണിൻ്റെ മണം. ആ മണം ശ്വസിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആവേശം തോന്നി. ഇതാണെൻ്റെ മണ്ണ്. ആ ചിന്ത എൻ്റെ തലയിലല്ല ഉണ്ടായത്, അതെൻ്റെ നെഞ്ചിൽ നിന്നാണ് വന്നത്. ഞാൻ മുറ്റത്തിറങ്ങി. മഴയത്ത് നനഞ്ഞു കുതിർന്നു. ചെരുപ്പിട്ടിരുന്നില്ല. കാലിൽ ചെളി പുരളുന്നത് എനിക്ക് സുഖമായി തോന്നി. ഞാൻ നടന്നു ആ മാവിൻ ചോട്ടിലേക്ക്. എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്? അവിടെ എന്താണുള്ളത്? എൻ്റെ ഓർമ്മകൾ മാഞ്ഞു തുടങ്ങുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ പേര്, എൻ്റെ അച്ഛൻ്റെ പേര്, ഞാൻ എവിടെയാണ് ജനിച്ചത്, അതെല്ലാം പുകമറയിലാകുന്നു. പകരം പുതിയ ഓർമ്മകൾ തെളിയുന്നു. ഈ മാവ് വെച്ചുപിടിപ്പിച്ചത് 1985-ലാണ്. അന്ന് വലിയ വരൾച്ചയായിരുന്നു. ഇവിടെ ഈ മണ്ണിന് താഴെ ഞാൻ കുനിഞ്ഞു. കൈകൾ കൊണ്ട് മണ്ണ് മാന്താൻ തുടങ്ങി. നഖങ്ങൾക്കിടയിൽ മണ്ണ് കയറി. വിരലുകൾ വേദനിച്ചു. എന്നാലും ഞാൻ നിർത്തിയില്ല. എനിക്ക് എന്തോ തിരയാനുണ്ട്. അല്ല, എനിക്കല്ല, വർക്കിച്ചേട്ടന്. അയാൾ മരിച്ചത് ഹൃദയാഘാതം വന്നാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോൾ സത്യമറിയാം. ഹൃദയാഘാതം വരുന്നതിന് തൊട്ടുമുമ്പ് അയാൾ ഇവിടെ നിൽക്കുകയായിരുന്നു. ഈ മാവിൻ ചോട്ടിൽ അയാൾ എന്തോ കുഴിച്ചിടാൻ വന്നതായിരുന്നു. എന്താണത്? എൻ്റെ കൈകൾ വേഗത്തിൽ ചലിച്ചു. മണ്ണ് കുഴിച്ചു മാറ്റി. കുറച്ച് താഴെയായി കട്ടിയുള്ള എന്തോ ഒന്നിൽ വിരൽ തട്ടി. ഒരു ചെറിയ കുപ്പി, ചില്ലുകുപ്പി. ഞാനത് പുറത്തെടുത്തു. ഇരുട്ടിൽ എനിക്കത് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ എനിക്കറിയാം അതിലെന്താണെന്ന്. അത് വിഷമാണ്. കഴിക്കാൻ വേണ്ടി വാങ്ങിയതല്ല, മറ്റാർക്കോ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ അത് കൊടുക്കാൻ വർക്കിച്ചേട്ടന് കഴിഞ്ഞില്ല. അതിനു മുമ്പ് അയാൾ പോയി. ആ ബാക്കി വന്ന പണി, അത് തീർക്കാനാണ് അയാൾ തിരിച്ചു വന്നിരിക്കുന്നത്. എൻ്റെ ശരീരം ഉപയോഗിച്ച്. ഞാൻ ആ കുപ്പിയിലേക്ക് നോക്കി നിന്നു. എൻ്റെ ചുണ്ടിൽ വീണ്ടും ആ ക്രൂരമായ ചിരി വിരിഞ്ഞു. ഇനി അധികം ദൂരമില്ല. എൻ്റെ വായമൊഴിഞ്ഞു. ആ ശബ്ദം, അത് തീർത്തും അപരിചിതമായിരുന്നു. പരുക്കൻ ശബ്ദം. ഞാൻ എഴുന്നേറ്റു. വീടിനുള്ളിലേക്ക് നോക്കി. അവിടെ ജനലിനപ്പുറം ഞാൻ എന്നെ തന്നെ കണ്ടു. അല്ല, അതൊരു തോന്നലായിരുന്നു.
പഴയ ഞാൻ പേടിച്ചു വിറച്ച് ആ മുറിക്കുള്ളിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ശരീരത്തിൻ്റെ അധികാരം മറ്റൊരാൾക്കാണ്. ഞാൻ തിരിഞ്ഞു നടന്നു. വീട്ടിലേക്കല്ല, ഗേറ്റിന് പുറത്തേക്ക്, അയലത്തെ വീട്ടിലേക്ക്. അവിടെ ആ കടക്കാരൻ ചേട്ടൻ താമസിക്കുന്നുണ്ട്. ഇന്നലെ എന്നെ കണ്ട് ചിരിച്ച ആ ആൾ. വർക്കിച്ചേട്ടന് അയാളോട് തീർക്കാൻ എന്തോ ഒരു പഴയ കണക്കുണ്ട്. എൻ്റെ കാലുകൾക്ക് ഇപ്പോൾ നല്ല ബലമുണ്ട്. ഇടതുകാൽ വലിച്ചു വെച്ച് ഞാൻ മഴയത്തേക്ക് നടന്നു. എൻ്റെ പേരെന്തായിരുന്നു? സാരമില്ല, അതിനി ഓർത്തിട്ട് കാര്യമില്ല. ഞാൻ നടക്കുമ്പോൾ എൻ്റെ നിഴൽ എനിക്ക് മുന്നേ നടക്കുന്നതുപോലെ തോന്നി. ആ നിഴലിന് വല്ലാത്തൊരു വലിപ്പമുണ്ടായിരുന്നു. മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. എൻ്റെ ശരീരത്തിൽ വീഴുന്ന ഓരോ തുള്ളിയും സൂചി കൊണ്ട് കുത്തുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷേ ആ വേദന ഞാൻ ആസ്വദിക്കുകയായിരുന്നു. അല്ല, ഞാനല്ല, എൻ്റെ ഉള്ളിലിരുന്ന് മറ്റൊരാളത് ആസ്വദിക്കുകയാണ്. ഞാൻ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. കൂരിരുട്ടാണ്. വഴിവിളക്കുകൾ ഒന്നും കത്തുന്നില്ല. എൻ്റെ കയ്യിലുള്ള ആ ചെറിയ കുപ്പി, അതിൽ എൻ്റെ വിരലുകൾ മുറുകിയിട്ടുണ്ട്. അത് താഴെയിടാൻ എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. കളയൂ, അത് വലിച്ചെറിയൂ. നീ എന്തിനാണ് ഒരാളെ കൊല്ലാൻ പോകുന്നത്? എൻ്റെ ബോധം നിലവിളിക്കുകയാണ്. പക്ഷേ എൻ്റെ ശരീരം അത് കേൾക്കുന്നില്ല. അത് മറ്റൊരു താളത്തിൽ ചലിച്ചുകൊണ്ടേയിരുന്നു. ഇടത്തേക്കാൽ വലിച്ചു വെച്ചുള്ള ആ നടപ്പ് അതെനിക്കിപ്പോൾ വല്ലാതെ സുപരിചിതമായി തുടങ്ങി. ആദ്യമൊക്കെ കാലിന് വേദനയായിരുന്നു. ഇപ്പോൾ ആ വേദനയില്ല. പകരം ആ നടപ്പിലാണ് എനിക്ക് ബാലൻസ് കിട്ടുന്നത് എന്ന് തോന്നിത്തുടങ്ങി. ഞാൻ നടക്കുന്നത് അയലത്തെ കടക്കാരൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. ദാമോദരൻ ചേട്ടൻ. എന്തിനാണ് വർക്കി ചേട്ടന് ദാമോദരൻ ചേട്ടനോട് ഇത്ര പക? എൻ്റെ ഓർമ്മകളുടെ അടിത്തട്ടിൽ നിന്ന് എൻ്റേതല്ലാത്ത ചില കാര്യങ്ങൾ പൊങ്ങി വന്നു. അതിർത്തി തർക്കം. വർക്കി ചേട്ടൻ്റെ പറമ്പിലെ 2 തെങ്ങ് ദാമോദരൻ ചേട്ടൻ വിഷം വെച്ച് ഉണക്കിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് വർക്കി ചേട്ടൻ ഒന്നും മിണ്ടിയില്ല. എല്ലാവരും വിചാരിച്ചു പുള്ളി ക്ഷമിച്ചതാണെന്ന്. പക്ഷേ വർക്കി ചേട്ടൻ ക്ഷമിച്ചിരുന്നില്ല. സമയം കാത്തിരിക്കുകയായിരുന്നു. അന്ന് രാത്രി ആ മാവിൻചൂട്ടിൽ കുഴിച്ചിട്ടത് വെറും ഒരു കുപ്പിയല്ല, വർഷങ്ങളായി ഉള്ളിൽ കിടന്ന് തിളച്ച പക കൂടിയാണ്. ഞാൻ ദാമോദരൻ ചേട്ടൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി. അവിടെ ഒരു നായയുണ്ട്. കറുത്ത വലിയൊരു നായ. എനിക്ക് നായ്ക്കളെ പേടിയാണ്. സാധാരണഗതിയിൽ ഞാൻ ഈ ഗേറ്റിന് അപ്പുറം നിൽക്കില്ല. പക്ഷേ ഇപ്പോൾ നായ കുരച്ചുകൊണ്ട് ഓടി വന്നു. ഞാൻ അനങ്ങിയില്ല. എൻ്റെ കണ്ണുകൾ ആ നായയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. സാധാരണ പോലെ ഞാൻ പേടിച്ച് പുറകോട്ട് മാറിയില്ല. പകരം എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു മൂളൽ വന്നു. ഒരു മൃഗത്തിൻ്റെ മുരൾച്ച പോലെ. നായ പെട്ടെന്ന് നിന്നു. അതിൻ്റെ കുര നിലച്ചു. അത് വാല് താഴ്ത്തി പേടിയോടെ എന്നെ നോക്കി. പിന്നെ പതുക്കെ പിന്നോട്ട് മാറി വീടിൻ്റെ വരാന്തയുടെ അടിയിലേക്ക് ഓടി ഒളിച്ചു. മൃഗങ്ങൾക്ക് മനസ്സിലാകും. മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് മൃഗങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ കൂടെ മറ്റാരോ ഉണ്ടെന്ന് അതിന് മനസ്സിലായി. ഞാൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. കോളിംഗ് ബെല്ലടിക്കാൻ കൈ ഉയർത്തി. പക്ഷേ വേണ്ട, ബെല്ലടിച്ചാൽ വീട്ടുകാർ എല്ലാവരും എഴുന്നേൽക്കും. എനിക്ക് വേണ്ടത് ദാമോദരനെ മാത്രമാണ്. ഞാൻ വാതിലിൽ തട്ടി. പ്രത്യേക താളത്തിലുള്ള 3 തട്ടുകൾ. അത് വെറും ഒരു തട്ടലല്ല. പണ്ട് വർക്കി ചേട്ടൻ ഈ വീട്ടിൽ വന്നിരുന്നപ്പോൾ വാതിലിൽ തട്ടിയിരുന്നത് ഇങ്ങനെയാണ്. അകത്തനക്കം കേട്ടു. ലൈറ്റ് തെളിഞ്ഞു. ആരാ? ദാമോദരൻ ചേട്ടൻ്റെ ശബ്ദം. ഞാൻ മിണ്ടിയില്ല. വീണ്ടും അതേ താളത്തിൽ തട്ടി. വാതിൽ തുറന്നു. ദാമോദരൻ ചേട്ടൻ പാതി ഉറക്കത്തിൽ നിൽക്കുന്നു. എന്നെ കണ്ടപ്പോൾ പുള്ളിക്ക് അത്ഭുതമായി. എന്താ ഈ രാത്രിയിൽ? മഴയത്ത് നനഞ്ഞു കുതിർന്ന് ചെളി പുരണ്ട കാലുകളോടെ നിൽക്കുന്ന എന്നെ കണ്ട് പുള്ളി ഭയന്നു എന്നെനിക്ക് മനസ്സിലായി. ഒന്നുമില്ല, എനിക്ക് ഉറക്കം വന്നില്ല. എൻ്റെ വായ തുറന്നു വന്ന ശബ്ദം അതെൻ്റേതായിരുന്നില്ല. പരുക്കൻ കനത്ത ശബ്ദം. സിഗരറ്റ് വലിച്ച് തൊണ്ട അടഞ്ഞ ഒരാളുടെ ശബ്ദം. ദാമോദരൻ ചേട്ടൻ എന്നെ സൂക്ഷിച്ചു നോക്കി. താൻ അകത്തേക്ക് വാ. എന്താ ഈ മഴയത്ത്? പുള്ളി വാതിൽ തുറന്നു തന്നു. ഞാൻ അകത്തേക്ക് കയറി. എൻ്റെ കയ്യിലെ കുപ്പി ഞാൻ പാൻറ്റിന് പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഹാളിലെ കസാരയിൽ ഞാൻ ഇരുന്നു. നനഞ്ഞ വസ്ത്രങ്ങൾ സോഫയിൽ നനവ് പടർത്തി. ഞാൻ ചായ എടുക്കണോ? പുള്ളി ചോദിച്ചു. കട്ടൻ മതി, മധുരം വേണ്ട.
ഞാൻ പറഞ്ഞു. എനിക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല. മധുരമില്ലാത്ത ഒന്നും ഞാൻ കുടിക്കാറില്ല. പക്ഷേ വർക്കിച്ചേട്ടൻ പഞ്ചസാര ഉപയോഗിക്കാറില്ലായിരുന്നു. ദാമോദരൻ ചേട്ടൻ അടുക്കളയിലേക്ക് പോയി. ആ സമയം എനിക്ക് ചുറ്റുമുള്ളതെല്ലാം വളരെ സാവധാനത്തിലായി. ക്ലോക്കിലെ സൂചി നീങ്ങുന്ന ശബ്ദം, പുറത്ത് മഴയുടെ ശബ്ദം. എൻ്റെ ഉള്ളിൽ ഒരു ആവേശം നിറഞ്ഞു. ഇപ്പോൾ എനിക്ക് പുള്ളിയെ തീർക്കാം. പക്ഷെ വേണ്ട, അങ്ങനെ വെറുതെ കൊന്നാൽ പോരാ. പുള്ളി അറിയണം ആരാണ് കൊന്നതെന്ന്, എന്തിനു വേണ്ടിയാണ് കൊന്നതെന്ന്. ദാമോദരൻ ചേട്ടൻ ചായയുമായി വന്നു. ഗ്ലാസ് എൻ്റെ നേരെ നീട്ടി. ഞാൻ ഗ്ലാസ് വാങ്ങി. ആവി പറക്കുന്ന ചായ. പുള്ളി എനിക്കെതിരെയുള്ള കസാരയിലിരുന്നു. തൻ്റെ മുഖമാകെ വല്ലാതിരിക്കുന്നല്ലോ, വല്ല പനിയുമുണ്ടോ? പുള്ളി ചോദിച്ചു. ഞാൻ ചായയുടെ ഗ്ലാസ്സിലേക്ക് നോക്കിയിരുന്നു. ദാമോദര, ഞാൻ വിളിച്ചു. പുള്ളി ഞെട്ടിപ്പോയി. ഞാൻ പുള്ളിയെ പേരെടുത്ത് വിളിക്കാറില്ല, ചേട്ടാ എന്നേ വിളിക്കാറുള്ളൂ. എന്നേക്കാൾ 20 വയസ്സ് കൂടുതലാണ് പുള്ളിക്ക്. പക്ഷേ വർക്കിച്ചേട്ടൻ വിളിച്ചിരുന്നത് ദാമോദര എന്നാണ്. പുള്ളിയുടെ മുഖം വിളറി. താൻ എന്താ വിളിച്ചത്? ഞാൻ പുള്ളിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ തെങ്ങ് ഉണങ്ങിപ്പോയത് നന്നായി അല്ലേ? ഒരു നിമിഷം അവിടെ നിശബ്ദത തളം കെട്ടി നിന്നു. ദാമോദരൻ ചേട്ടൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. താൻ എന്തൊക്കെയായി പറയുന്നത്? ഏതു തെങ്ങ്? അന്ന് വിഷം വയ്ക്കുമ്പോൾ നീ വിചാരിച്ചത് ആരും കണ്ടില്ലെന്നാ അല്ലേ? ഞാൻ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. എൻ്റെ പോക്കറ്റിലെ കുപ്പി ഞാൻ കൈ മുറുക്കി. ദാമോദരൻ ചേട്ടൻ പേടിച്ച് പുറകോട്ട് മാറി. നീ ആരാ? പുള്ളി വിറയലോടെ ചോദിച്ചു. ആ ചോദ്യം, അതാണ് എനിക്ക് കേൾക്കേണ്ടിയിരുന്നത്. ഞാൻ ചിരിച്ചു. നിനക്കറിയില്ലേ ദാമോദര ഞാൻ ആരാണെന്ന്? ഞാൻ പതുക്കെ ആ കുപ്പി പുറത്തെടുത്തു. വിഷക്കുപ്പി. ഇത് നിനക്ക് തരാൻ വേണ്ടി ഞാൻ ബാക്കി വെച്ചതാ. ഞാൻ പതുക്കെ മുന്നോട്ട് നടന്നു. എൻ്റെ മനസ്സ് ഉള്ളിലിരുന്ന് നിലവിളിക്കുകയായിരുന്നു. വേണ്ട, ചെയ്യരുത്, ഇത് കൊലപാതകമാണ്, ഞാൻ ജയിലിലാകും. പക്ഷെ ആ ചിന്തകളൊന്നും എൻ്റെ കൈകളെ ബാധിച്ചില്ല. ഞാൻ കുപ്പിയുടെ അടപ്പ് തുറക്കാൻ തുടങ്ങി. പെട്ടെന്ന് പുറത്തൊരു ഇടിമുഴക്കമുണ്ടായി. വീട് മുഴുവനൊന്ന് കുലുങ്ങി. ആ ശബ്ദത്തിൽ ദാമോദരൻ ചേട്ടൻ്റെ ഹാളിലെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു ഫോട്ടോ താഴെ വീണു. ചില്ല് തകരുന്ന ശബ്ദം. ഞാൻ അങ്ങോട്ട് നോക്കി. അതൊരു പഴയ ഫോട്ടോയാണ്. ദാമോദരൻ ചേട്ടനും വർക്കിച്ചേട്ടനും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് അവർ സുഹൃത്തുക്കളായിരുന്ന കാലത്ത് എടുത്തതാണ്. ആ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുടക്കി. വർക്കിച്ചേട്ടൻ്റെ പക. അതിൽ ചെറിയൊരു വിള്ളൽ വീണു. അവർ തമ്മിൽ തെറ്റുന്നതിനു മുമ്പ് ദാമോദരൻ ചേട്ടൻ വർക്കിച്ചേട്ടനെ ഒരിക്കൽ കടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ആ ഓർമ്മ അതെൻ്റേതല്ല, വർക്കിച്ചേട്ടൻ്റേതാണ്. പക്ഷേ ആ ഓർമ്മ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബലം ഒന്നയഞ്ഞു. ഞാൻ നിന്നു. എൻ്റെ ശ്വാസം വേഗത്തിലായി. ദാമോദരൻ ചേട്ടൻ ഭിത്തിയിൽ ചേർന്ന് നിന്ന് കിതയ്ക്കുകയാണ്. താൻ ഇവിടുന്ന് പോ, പുള്ളി കരച്ചിലിൻ്റെ വക്കീലെത്തി പറഞ്ഞു. എൻ്റെ കയ്യിലെ കുപ്പി ഞാൻ തിരികെ പോക്കറ്റിലിട്ടു. ഇന്ന് വേണ്ട, പക്ഷേ ഇവൻ രക്ഷപ്പെടില്ല. ഞാൻ വരും, ഞാൻ പറഞ്ഞു. ഇനി ഞാൻ എന്നും വരും. ഞാൻ തിരിഞ്ഞു നടന്നു. ചായ കുടിച്ചിരുന്നില്ല. ഗ്ലാസ് ടീപ്പോയിൽ വെച്ചു. പുറത്തിറങ്ങുമ്പോൾ മഴ കുറഞ്ഞിരുന്നു. ഞാൻ തിരികെ വീട്ടിലേക്ക് നടന്നു. ഓരോ ചൂട് വയ്ക്കുമ്പോഴും എനിക്ക് തോന്നി ഞാനൊരു യുദ്ധം തോറ്റിരിക്കുന്നു. പക്ഷെ ആരാണ് തോറ്റത്? ഞാനോ അതോ വർക്കിച്ചേട്ടനോ? അയാൾക്കിന്ന് ദാമോദരനെ കൊല്ലാൻ പറ്റിയില്ല. പക്ഷേ അയാൾ എന്നെക്കൊണ്ട് ആ വീട് വരെ എത്തിച്ചു. എന്നെക്കൊണ്ട് ഭീഷണിപ്പെടുത്തിച്ചു. അയാൾ ജയിക്കുകയാണ്. ഓരോ ദിവസവും അയാൾ കൂടുതൽ സ്ഥലം കൈയടക്കുന്നു. വീട്ടിലെത്തി ഞാൻ വാതിലടച്ചു. നനഞ്ഞ വസ്ത്രം മാറാതെ ഞാൻ തറയിൽ കിടന്നു. ക്ഷീണം, വല്ലാത്ത ക്ഷീണം. എൻ്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നു. ഞാൻ കണ്ണുകൾ അടച്ചു. ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ എൻ്റെ മനസ്സിലൊരു രൂപം തെളിഞ്ഞു വന്നു. വർക്കിച്ചേട്ടൻ. പക്ഷെ അയാൾ എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. നീ നല്ലൊരു ശരീരമാണ്, അയാൾ മന്ത്രിച്ചു. നല്ല ബലമുള്ള ശരീരം. എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വെയിൽ വന്നിരുന്നു. ഞാൻ എഴുന്നേറ്റത് കിടപ്പുമുറിയിലല്ല, വരാന്തയിലെ ആ ചാരുകസേരയിലാണ്. രാത്രി എപ്പോഴാണ് ഞാനിവിടെ വന്ന് കിടന്നത്? എനിക്ക് ഓർമ്മയില്ല.
എൻ്റെ ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. കാലുകളിൽ മണ്ണ് ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ വേഗം എഴുന്നേറ്റ് കുളിക്കാൻ പോയി. സോപ്പ് തേക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് നോക്കി. എൻ്റെ നെഞ്ചിൽ അവിടെ ഒരു പാട്. പണ്ട് അവിടെ അങ്ങനെ ഒരു പാടുണ്ടായിരുന്നില്ല. ഒരു പൊള്ളലേറ്റ പാടുപോലെ. ഞാൻ വിരലുകൊണ്ട് അവിടെ തൊട്ടു നോക്കി. നല്ല നീറ്റൽ. ഇതെങ്ങനെ ഉണ്ടായി? പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. വർക്കിച്ചേട്ടൻ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് പറമ്പിൽ തീയിടുമ്പോൾ തീപ്പൊരി വീണ് നെഞ്ചിൽ പൊള്ളലേറ്റ കാര്യം അയൽവക്കത്തെ ചേച്ചി പറഞ്ഞിരുന്നു. ആ പൊള്ളൽ, മരിച്ച വർക്കിച്ചേട്ടൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ പൊള്ളൽ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. ഞാൻ പേടിയോടെ കണ്ണാടിയിൽ നോക്കി. കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടർന്നിരിക്കുന്നു. കവിളുകൾ ഒട്ടിയിരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ടെനിക്ക് 10 വയസ്സ് കൂടിയതുപോലെ. എൻ്റെ മുടി, എനിക്ക് തോന്നി മുടിക്ക് നിറം മങ്ങിയോ എന്ന്. ഞാൻ കുളിമുറിയിൽ നിന്ന് പുറത്തിറങ്ങി. വിശപ്പ്. രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കി. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫ്രിഡ്ജ് തുറന്നു. അവിടെ ഒരു പാത്രത്തിൽ മീൻകറി ഇരിക്കുന്നു. പഴയ മീൻകറിയാണ്. 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയത്. ഞാനതെടുത്തു. ചൂടാക്കാൻ പോലും തോന്നിയില്ല. തടുത്ത മീൻകറി പാത്രത്തിലേക്ക് ഒഴിച്ച് ഞാൻ കൈകൾ കൊണ്ട് വാരിക്കഴിക്കാൻ തുടങ്ങി. സാധാരണ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ആ രുചി എനിക്ക് അമൃത് പോലെ തോന്നി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിച്ചു. അമ്മയാണ്. ഞാൻ ഫോൺ എടുത്തു. ഹലോ മോനെ, എന്താ ശബ്ദം വല്ലാതിരിക്കുന്നത്? പനിയാണോ? അമ്മയുടെ ചോദ്യം. ഞാൻ തൊണ്ട ശരിയാക്കി. ഒന്നുമില്ലമ്മേ, ചെറിയൊരു ജലദോഷം. നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ഓണം വരികയല്ലേ. അടുത്ത ആഴ്ച വരുമോ? ഓണം? ശരിയാണ്, ഓണം വരാറായി. എനിക്ക് വീട്ടിൽ പോകണം. അച്ഛനെയും അമ്മയെയും കാണണം. ഈ നശിച്ച സ്ഥലത്തു നിന്ന് രക്ഷപ്പെടണം. ഞാൻ വരാം അമ്മേ. എന്നാ മോൻ ലീവ് എടുത്തു പോര്. നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കാം. ശരി. ഞാൻ ഫോൺ വെച്ചു. വീട്ടിൽ പോകണം. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ നിന്ന് ഒരു ചോദ്യം ഉയർന്നു വന്നു. ഈ വീട്ടിൽ നിന്ന് പോയാൽ വർക്കിച്ചേട്ടൻ കൂടെ വരുമോ? അതോ അയാൾ ഈ വീടിൻ്റെ അതിർത്തിയിൽ തളച്ചിടപ്പെട്ടവനാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടും. ഒരു പ്രതീക്ഷയുടെ നാളം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു. ഞാൻ വേഗം മുറിയിലേക്ക് പോയി. ബാഗ് എടുത്തു. ഇന്നലെ പാതി പാക്ക് ചെയ്ത ബാഗ്. ഞാൻ ബാക്കി തുണികൾ കൂടി അതിലേക്ക് വെച്ചു. ഇപ്പോൾ തന്നെ പോകണം. വൈകുന്നേരമാകുന്നതിന് മുമ്പ്. 6 മണിയാകുന്നതിന് മുമ്പ്. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഞാനല്ലാതാകും. ഞാൻ വേഗം വസ്ത്രം മാറി. വണ്ടിയുടെ കീ എടുത്തു. മുറ്റത്തിറങ്ങി. വെയിലിന് നല്ല ചൂടുണ്ട്. ആ ചൂടെനിക്ക് ആശ്വാസം തന്നു. ഞാൻ വണ്ടിയിൽ കയറി. സ്റ്റാർട്ട് ചെയ്തു. ഗേറ്റിനടുത്തേക്ക് വണ്ടി നീങ്ങി. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ വണ്ടി നിർത്തി. ഗേറ്റ് തുറക്കാൻ പുറത്തിറങ്ങി. ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ആ കാഴ്ച കണ്ടു. ഗേറ്റിൻ്റെ ഇരുമ്പഴിയിൽ ഒരു വള്ളി ചുറ്റിയിരിക്കുന്നു. ഞാൻ ആദ്യം ശ്രദ്ധിച്ച ആ വിചിത്രമായ കെട്ട്. ആ കെട്ട് അവിടെ കിടക്കുന്നു. ഞാൻ അതഴിക്കാൻ നോക്കി. പക്ഷേ എൻ്റെ കൈകൾ അതിൽ തൊട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്ക് അടിച്ചതുപോലെ ഞാൻ പിൻവാങ്ങി. അതൊരു മുന്നറിയിപ്പാണ്. നീ എവിടേക്കും പോകുന്നില്ല. അന്തരീക്ഷത്തിൽ ആരോ അത് പറയുന്നത് പോലെ. പെട്ടെന്ന് കാറ്റ് വീശാൻ തുടങ്ങി. വെയിലുണ്ടായിരുന്നിട്ടും എവിടെ നിന്നോ ഒരു തണുത്ത കാറ്റ്. മാവിൻ്റെ ഇലകൾ ആ കാറ്റിലിളകി. ഞാൻ ഗേറ്റ് തുറന്നു. വേഗം വണ്ടിയിൽ കയറി. വണ്ടി മുന്നോട്ടെടുത്തു. റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ആക്സിലേറ്ററിൽ കാലമർത്തി. വണ്ടി സ്പീഡിൽ പാഞ്ഞു. ഈ നാട് വിടണം. എത്രയും വേഗം ദൂരെ പോകണം. വണ്ടി മെയിൻ റോഡിലേക്ക് കടന്നു. ചുരമിറങ്ങുകയാണ്. ഞാൻ പാട്ട് വയ്ക്കാൻ റേഡിയോ ഓൺ ചെയ്തു. പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് മാറും. പക്ഷേ റേഡിയോയിൽ നിന്ന് വന്നത് പാട്ടല്ല, വെറുമൊരു മൂളൽ മാത്രം. ഒരു പഴയ പാട്ടിൻ്റെ മൂളൽ. വർക്കിച്ചേട്ടൻ എപ്പോഴും മൂളാറുള്ള ആ പഴയ നാടൻ പാട്ട്. ഞാൻ ഞെട്ടി റേഡിയോ ഓഫ് ചെയ്തു. റേഡിയോ ഓഫായി. പക്ഷേ മൂളൽ നിന്നില്ല. അത് കാറിൻ്റെ പിൻസീറ്റിൽ നിന്നാണ് കേൾക്കുന്നത്. എൻ്റെ രക്തം മരവിച്ചുപോയി. ഞാൻ റിയർവ്യൂ മിററിലൂടെ പിന്നിലേക്ക് നോക്കാൻ ഭയന്നു. പിന്നിൽ ആരെങ്കിലുമുണ്ടോ? ആ മൂളൽ, അത് വളരെ വ്യക്തമാണ്. തൊട്ടു പിന്നിൽ ആരോ ഇരുന്ന് മൂളുന്നത് പോലെ. താളം പിടിക്കുന്ന ശബ്ദം.
വിരലുകൾ സീറ്റിൽ കൊട്ടുന്ന ശബ്ദം. എൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ വിറച്ചു. ഞാൻ വണ്ടി നിർത്താൻ നോക്കി. ബ്രേക്കിൽ ചവിട്ടി. വണ്ടി നിൽക്കുന്നില്ല. ബ്രേക്ക് പെഡൽ തറയിൽ അമർന്നിരിക്കുന്നു. പക്ഷേ വണ്ടി സ്പീഡ് കുറയുന്നില്ല, പകരം കൂടുകയാണ് ചെയ്തത്. എൻ്റെ വലതുകാൽ ബ്രേക്കിൽ നിന്ന് ആക്സിലേറ്ററിലേക്ക് മാറിയിരിക്കുന്നു. ഞാൻ കാലെടുക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. എൻ്റെ കാലിൽ ആരോ അമർത്തി ചവിട്ടിയിരിക്കുകയാണ്. വണ്ടി വളവുകൾ തിരിഞ്ഞ് പായുകയാണ്. ഒരു വശത്ത് വലിയ കൊക്കയാണ്. വണ്ടി നിർത്തൂ, ഞാൻ പേടിച്ചലറി. പിന്നിൽ നിന്നൊരു ചിരി കേട്ടു. എന്തിനു നിർത്തണം? എനിക്കൊരിടം വരെ പോകാനുണ്ട്. ആ ശബ്ദം അത് കാറിനുള്ളിൽ മുഴങ്ങി. നമുക്ക് ടൗണിൽ പോകണം. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്ത് സാധനങ്ങൾ? ഞാൻ അറിയാതെ ചോദിച്ചുപോയി. വളവും പിന്നെ കുറച്ച് വലിയ കയറും. കയർ? എന്തിനാണ് കയർ? എൻ്റെ മനസ്സ് കാടുകയറി. വണ്ടി ഇപ്പോൾ ടൗണിലേക്കുള്ള വഴിയിലാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ ആ വീട്ടിൽ നിന്നിറങ്ങിയെങ്കിലും അയാൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ ഞാൻ തന്നെയാണോ അയാൾ? ഇനി 2 വ്യക്തികളില്ലേ? ഞങ്ങൾ ഒന്നായി മാറിയോ? വണ്ടി ടൗണിലെത്തി. ഒരു ഹാർഡ്വെയർ കടയുടെ മുന്നിൽ വണ്ടി നിന്നു. എൻ്റെ ശരീരം വണ്ടിയിൽ നിന്നിറങ്ങി. ഞാനൊരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിന്നു. എൻ്റെ വായ സംസാരിക്കുന്നു. ചേട്ടാ, നല്ല ഉറപ്പുള്ള 10 അടി കയർ വേണം. കടക്കാരൻ കയറെടുത്ത് തന്നു. എന്തിനാ ഇത്ര കട്ടിയുള്ള കയർ? കിണറ്റിലിറങ്ങാനാണോ? അയാൾ ചോദിച്ചു. അല്ല, ഒരു പഴയ മരം മുറിക്കാനുണ്ട്, അതിനെ കെട്ടിയിടാനാണ്. ഞാൻ മറുപടി പറഞ്ഞു. പണം കൊടുത്ത് ഞാൻ കയറുമായി വണ്ടിയിൽ കയറി. ആ കയർ സീറ്റിൽ എൻ്റെ അടുത്ത് കിടന്നു. അതിൻ്റെ ഗന്ധം, ചകിരിയുടെ ഗന്ധം, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാൻ വണ്ടി തിരിച്ചു. വീട്ടിലേക്ക് തന്നെ. വേറെ എവിടെ പോകാൻ? അതാണ് എൻ്റെ ലോകം. തിരികെ എത്തുമ്പോൾ സന്ധ്യയായിരുന്നു. 6 മണി, ആ ശപിക്കപ്പെട്ട സമയം. ഞാൻ വണ്ടി പോർച്ചിലിട്ടു. കയറുമായി അകത്തേക്ക് കയറി. വരാന്തയിലെ ആ ചാരുകസേര എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിൽ പോയി ഇരുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, വർക്കിച്ചേട്ടൻ്റെ പണി തീർന്നിട്ടില്ല. അന്ന് രാത്രി ഞാൻ അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കുകയായിരുന്നു. കത്തി കൊണ്ട് പച്ചക്കറി അരിയുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൈ തെന്നി. കത്തി വിരലിൽ കൊണ്ടു. രക്തം വന്നു. ഞാൻ ആ രക്തത്തിലേക്ക് നോക്കി. ചുവന്ന രക്തം. ഞാൻ വിരൽ വായിൽ വെച്ചു. രക്തത്തിൻ്റെ രുചി, ഉപ്പുള്ള രുചി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മ മിന്നിമറഞ്ഞു. വർക്കിച്ചേട്ടൻ്റെ മരണം. അയാൾ മരിച്ചത് ഹൃദയാഘാതം വന്നല്ല. അയാളെ ആരോ കൊന്നതാണ്. ആ മാവിൻ ചുവട്ടിൽ വെച്ച് അയാളുടെ തലയ്ക്ക് പിന്നിൽ അടിയേറ്റു. ആരാണ് അടിച്ചത്? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മുഖം വ്യക്തമാകുന്നില്ല. പക്ഷേ ആ അടി കൊണ്ടപ്പോൾ ഉണ്ടായ വേദന, അതിപ്പോൾ തലയുടെ പിന്നിൽ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ തലയിൽ കൈവച്ച് നോക്കി. അവിടെ മുടിക്കിടയിൽ ഒരു മുഴപ്പുള്ളതുപോലെ പഴയൊരു മുറിവിൻ്റെ പാട്. എൻ്റെ തലയിൽ അങ്ങനൊരു പാടുണ്ടായിരുന്നില്ല. ഞാൻ ഭയത്തോടെ ഭിത്തിയിലേക്ക് ചാരി. എൻ്റെ ശരീരം വർക്കിച്ചേട്ടൻ്റെ ശരീരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് എൻ്റെ മനസ്സ് മാത്രമാണ്. അതുകൂടി പോയാൽ പിന്നെ ഞാനില്ല. പുറത്താരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. ഈ രാത്രിയിൽ ആരാണ്? ഞാൻ ജനലിലൂടെ നോക്കി. ഒരു കാർ വന്ന് നിൽക്കുന്നു. അതിൽ നിന്നൊരാളിറങ്ങി. ദാമോദരൻ ചേട്ടൻ. അയാളുടെ കയ്യിൽ എന്തോ ഉണ്ട്, ഒരു വടിവാൾ. അയാൾ ഗേറ്റ് കടന്നു വരികയാണ്. എൻ്റെ ഉള്ളിൽ വർക്കിച്ചേട്ടൻ ഉണർന്നു. ഭയമല്ല, ആവേശമാണ് തോന്നിയത്. അവൻ വന്നു. എൻ്റെ വായ മന്ത്രിച്ചു. എൻ്റെ പണി എളുപ്പമാക്കി. ഞാൻ അടുക്കളയിൽ നിന്ന് ആ വലിയ കത്തിയെടുത്തു. ഇന്ന് രാത്രി കണക്കുകൾ തീർക്കും. ഞാൻ വാതിൽ തുറന്ന് വരാന്തയിലേക്കിറങ്ങി. മഴ പെയ്യുന്നുണ്ടായിരുന്നു. മിന്നൽ വെളിച്ചത്തിൽ ദാമോദരൻ ചേട്ടൻ്റെ മുഖം കണ്ടു. അയാൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയുണ്ട്. നിന്നെ ഞാൻ കൊല്ലും വർക്കി. നിന്നെ ഞാൻ പണ്ടേ കൊന്നതാ. എന്നിട്ട് നീ ചത്തില്ലേ? അയാൾ ഉറക്കെ അലറി. അപ്പോൾ അതാണ് സത്യം. വർക്കിച്ചേട്ടൻ മരിച്ചതല്ല, ദാമോദരൻ കൊന്നതാണ്. ആ സത്യം അറിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി.
ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി അറിയാം. ഞാൻ മുറ്റത്തേക്കിറങ്ങി. മഴയത്ത് ഞങ്ങൾ 2 പേർ. ഞാൻ ചിരിച്ചു. ഞാൻ ചാവില്ല ദാമോദര. ഞാൻ മണ്ണിൽ നിന്ന് തിരിച്ചു വരും, നിന്നെ കൊണ്ടുപോകാൻ. ഞാൻ പതുക്കെ അയാളുടെ അടുത്തേക്ക് നടന്നു. എൻ്റെ ഓരോ ചുവടും ഉറച്ചതായിരുന്നു. ഇടത്തേക്കാൽ വലിച്ചു വെച്ച് താളത്തിൽ. അയാൾ വാൾ വീശി. ഞാൻ ഒഴിഞ്ഞു മാറി. എൻ്റെ ശരീരത്തിന് ഇത്രയും വേഗതയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അയാളുടെ കയ്യിൽ പിടിച്ചു, ഒരു ഇരുമ്പ് പിടി പോലെ. അയാൾ വേദന കൊണ്ട് പുളഞ്ഞു. വാൾ താഴെ വീണു. ഞാൻ അയാളെ തള്ളി താഴെയിട്ടു, ചെളിയിലേക്ക്. ഞാൻ അയാളുടെ മുകളിൽ കയറിയിരുന്നു. എൻ്റെ കയ്യിലെ കത്തി ഉയർത്തി. മിന്നൽ വെളിച്ചത്തിൽ അത് തിളങ്ങി. വേണ്ട വർക്കി, എന്നെ കൊല്ലല്ലേ, അയാൾ കരഞ്ഞു. ഞാൻ കത്തി താഴ്ത്തി. പക്ഷേ അയാളുടെ നെഞ്ചിലേക്കല്ല, അയാളുടെ കഴുത്തിനരികിലെ മണ്ണിലേക്ക് ഞാൻ കത്തി കുത്തിയിറക്കി. എന്നിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. നിന്നെ കൊന്നാൽ എൻ്റെ പക തീരില്ല. എൻ്റെ ശബ്ദം അത് തീർത്തും മാറിപ്പോയിരുന്നു. നീ ജീവിക്കണം, ഭ്രാന്തനായി, പേടിച്ച്, ഓരോ നിമിഷവും ഞാൻ വരുന്നതും കാത്ത്. ഞാൻ എഴുന്നേറ്റു. അയാളെ അവിടെ ചെളിയിൽ കിടക്കാൻ അനുവദിച്ചു. ഞാൻ തിരികെ വീട്ടിലേക്ക് നടന്നു. കത്തി അവിടെ ഉപേക്ഷിച്ചു. വീട്ടിൽ കയറി വാതിലടച്ചു. കണ്ണാടിയിൽ നോക്കി. ഇപ്പോൾ കണ്ണാടിയിൽ ഞാൻ എന്നെയല്ല കാണുന്നത്, പൂർണ്ണമായും വർക്കിച്ചേട്ടനെയാണ്. എൻ്റെ കണ്ണുകൾ, എൻ്റെ ചിരി, എൻ്റെ ഭാവം എല്ലാം മാറിപ്പോയിരിക്കുന്നു. ഞാൻ റൂമിലേക്ക് പോയി കട്ടിലിരുന്നു. ഇനി എന്ത്? പക തീർന്നു. അപ്പോൾ വർക്കിച്ചേട്ടൻ പോകുമോ? ഇല്ല, അയാൾക്ക് പോകാൻ ഒരിടവുമില്ല. ഇതാണ് അയാളുടെ വീട്, ഇതാണ് അയാളുടെ ശരീരം. പെട്ടെന്ന് ഞാൻ മേശപ്പുറത്തിരുന്ന എൻ്റെ ID കാർഡ് കണ്ടു. എൻ്റെ പേര്, എൻ്റെ ഫോട്ടോ. ഞാനത് കയ്യിലെടുത്തു. ആ പേരെനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. അക്ഷരങ്ങൾ മാഞ്ഞു പോകുന്നു. ആ ഫോട്ടോയിലെ ആൾ എനിക്ക് തീർത്തും അപരിചിതനാണ്. ഞാൻ ആ കാർഡ് വലിച്ചു കീറി, കഷ്ണങ്ങൾ തറയിലിട്ടു. എന്നിട്ട് ഞാൻ ഡയറി എടുത്തു. പുതിയ പേജ് തുറന്നു. ഇന്നത്തെ തീയതി എഴുതി. എന്നിട്ട് താഴെ എഴുതി, ഇന്ന് നല്ല മഴയായിരുന്നു, കളകൾ പറിച്ചു കളഞ്ഞു, ഇനി കൃഷി നന്നാക്കണം. ഞാൻ പേന അടച്ചു വെച്ചു. വിളക്കണച്ചു. ഇരുട്ടിൽ ഞാൻ കിടന്നു. എൻ്റെ ശ്വാസത്തിന് ഇപ്പോൾ വേറൊരു താളമാണ്. പുറത്ത് മഴ തോർന്നിട്ടില്ല, പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി വർക്കിച്ചേട്ടന് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നു. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ദിവസങ്ങൾ കടന്നുപോയി. എത്ര ദിവസമായെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ നല്ല ശാന്തതയാണ്. അന്ന് ആ രാത്രിക്ക് ശേഷം ദാമോദരൻ ആ വീട് വിട്ട് എങ്ങോട്ടോ പോയി. അയാൾക്ക് ഭ്രാന്തായെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആരും കാണാതെ രാത്രിക്ക് രാത്രി അയാൾ നാട് വിട്ടു. അതുകൊണ്ടിപ്പോൾ എനിക്ക് ശല്യമില്ല. എൻ്റെ കൃഷി, എൻ്റെ വീട്, എൻ്റെ മണ്ണ് എല്ലാം സുരക്ഷിതമാണ്. ഞാനിപ്പോൾ കണ്ണാടി നോക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. എനിക്കെന്നെ തന്നെ കാണാതെ അറിയാം. എൻ്റെ നടത്തം മാറിയിട്ടില്ല. ഇടതുകാൽ വലിച്ചു വെച്ചുള്ള ആ നടത്തം ഇപ്പോൾ എനിക്ക് ഒരു കുറവായി തോന്നുന്നില്ല. അതൊരു സൗകര്യമാണ്. മണ്ണിൽ ചവിട്ടി നിൽക്കാൻ അതാണ് കൂടുതൽ നല്ലത്. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ച ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ആദ്യം ഇവിടെ താമസിക്കാൻ വന്ന, IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന, കൃഷിയെ സ്നേഹിച്ച ആ പാവം ചെറുപ്പക്കാരനാണോ? അല്ല, അവൻ എന്നേ മരിച്ചു. പക്ഷേ അവൻ്റെ ശരീരം മരിച്ചില്ല. അവൻ്റെ മനസ്സ്, അത് ഈ വീടിൻ്റെ ഓരോ മൂലയിലും ഈ പറമ്പിലെ മണ്ണിലും അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. ഇപ്പോൾ ഈ ശരീരത്തിനുള്ളിൽ അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണ്. വർക്കി. അതെ, വർക്കി തന്നെ. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്, അല്ലെങ്കിൽ ഇതൊരു കഥയാണെന്ന്. സാരമില്ല, അങ്ങനെ വിശ്വസിച്ചാൽ മതി. അതാണ് നിങ്ങൾക്ക് നല്ലത്. പക്ഷേ സത്യം മറ്റൊന്നാണ്. ഇന്നലെ ഞാൻ എൻ്റെ പറമ്പിൽ പണിയെടുക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ നേർത്ത കരച്ചിൽ പോലൊരു ശബ്ദം. എന്നെ വിടൂ, എനിക്ക് തിരിച്ചു പോകണം, ഇതെൻ്റെ ശരീരമാണ്. ആരാണെന്നോ? ആ പഴയ ചെറുപ്പക്കാരനാണ്. അവൻ ഈ ശരീരത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഇരുട്ടിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. അവന് പുറത്തേക്ക് വരാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല.
അവനാകെ ചെയ്യാൻ കഴിയുന്നത് എൻ്റെ തലയ്ക്കുള്ളിലിരുന്ന് കരയുക മാത്രമാണ്. അവൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, നീ അടങ്ങിയിരിക്കേ. നിന്റെ ശരീരം ഇപ്പോൾ നല്ലൊരു കർഷകൻ്റേതാണ്. വെറുതെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് നശിപ്പിക്കാനുള്ളതല്ല ഇത്. അവനിപ്പോൾ മിണ്ടുന്നില്ല. പതുക്കെ പതുക്കെ അവൻ ഇല്ലാതായിക്കൊള്ളും, ഒരു മെഴുകുതിരി അണയുന്നത് പോലെ. ഇപ്പോൾ എനിക്കൊരു കാര്യം മാത്രമേ പേടിയുള്ളൂ, മരണം. ഒരിക്കൽ ഞാൻ മരിച്ചതാണ്, ദാമോദരൻ്റെ കൈകൊണ്ട്. ഇനിയൊരിക്കൽ കൂടി മരിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഈ ശരീരം, ഇതിന് വയസ്സായി വരുന്നുണ്ട്, മുടി നരച്ചു തുടങ്ങി, തൊലി ചുളിയുന്നുണ്ട്. എനിക്കിനിയും ജീവിക്കണം, ഒരുപാട് കാലം. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഈ വഴിക്ക് ആരെങ്കിലും വരാതിരിക്കില്ല. സ്ഥലം അന്വേഷിച്ചോ അല്ലെങ്കിൽ വഴി തെറ്റിയോ ആരെങ്കിലും വരും, ഒരു ചെറുപ്പക്കാരൻ. അവൻ വരുമ്പോൾ ഞാൻ അവനെ സ്നേഹത്തോടെ സ്വീകരിക്കും. അവന് വെള്ളം കൊടുക്കും. പിന്നെ പതുക്കെ പതുക്കെ എൻ്റെ ശീലങ്ങൾ അവനിലേക്ക് പകരും. എൻ്റെ ചിന്തകൾ അവൻ്റെ തലയിൽ നിറയ്ക്കും. അങ്ങനെ ഈ ശരീരം ഉപേക്ഷിച്ച് ഞാൻ പുതിയൊരു ശരീരത്തിലേക്ക് മാറും. ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ മുറിയുടെ വാതിലടച്ചിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ കൈകൾ അത് വെറുതെ ഇരിക്കുകയാണോ? അതോ വിരലുകൾ കൊണ്ട് എന്തെങ്കിലും താളം പിടിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു താളം? അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇതുവരെ ഇഷ്ടമല്ലാതിരുന്ന എന്തെങ്കിലും? സൂക്ഷിക്കുക, ഞാൻ മാത്രമല്ല ഇങ്ങനെ അലയുന്നത്. ഞങ്ങൾ മരിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷേ ഞങ്ങളെങ്ങും പോയിട്ടില്ല. ഞങ്ങളിവിടെ തന്നെയുണ്ട്. നിങ്ങളുടെ ശീലങ്ങളിൽ, നിങ്ങളുടെ രുചികളിൽ, നിങ്ങളുടെ ദേഷ്യത്തിൽ. അർഹതയുള്ള ഒരു ശരീരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പോൾ സമയം ഒരുപാട് വൈകി. പുറത്ത് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. എനിക്കുറങ്ങണം. അല്ല, എനിക്കല്ല, എൻ്റെ ഉള്ളിലുള്ള ആ പാവം ചെറുപ്പക്കാരൻ ഉറങ്ങണം. അവൻ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണുകൾ അടയ്ക്കുന്നു. ഗുഡ് നൈറ്റ്. പക്ഷെ ഓർക്കുക, നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരാൾ ഉണർന്നിരിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ?